കൂട്ടുകാർക്ക് നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരുന്നൊരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സച്ചിയും രേവതിയും അതുപോലെ ചന്ദ്രമതിയും ശ്രീകാന്തും വർഷയും ഇവരുടെയൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡാണ് കേട്ടോ. അപ്പം ഇവരെല്ലാവരും കൂടി നമ്മുടെ മുത്തശ്ശിയുടെ വീട്ടിലെത്തുകയാണ്. മുത്തശ്ശിയുടെ വീട്ടിലെത്തിയതും നമ്മുടെ സച്ചിയും രേവതിയും കൂടി പുറത്താണ് കിടക്കുന്നതൊക്കെ. ശരിക്കും പറഞ്ഞാൽ അത്രയും ആൾക്കാരൊക്കെ ആ വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഇവർക്ക് പറഞ്ഞാൽ കിടക്കാനായിട്ട് സ്ഥലമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി മുറ്റത്ത് നക്ഷത്രങ്ങളെയൊക്കെ നോക്കി ഇങ്ങനെ കിടക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ സച്ചി ഒരു ചെറിയ ഐഡിയ ഉണ്ടാക്കുകയാണ്. അതായത് അവനൊരു കുട വെച്ചിട്ട് ആ കട്ടിലിന്റെ മേലെ ഒരു കുട വെച്ചു, അതിനകത്തൊരു ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി. അങ്ങനെ അവര് നല്ല രീതിയിൽ തന്നെ പാട്ടൊക്കെ പാടി ആ രാത്രി അങ്ങ് ആഘോഷമാക്കുമ്പോഴത്തേക്കിനും ഇതൊക്കെ കണ്ട് അയൽ വീട്ടുകാരൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു രാത്രിക്ക് ശേഷം പിറ്റേ ദിവസം രാവിലെ ആയപ്പം രേവതി ആണെങ്കിലോ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യലും കോലം വരയ്ക്കലും ഒക്കെ ആയിട്ട് അവിടെ കുറച്ച് തിരക്കിലാണ്. അങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ അയൽ വീട്ടിലുള്ള കുറച്ച് ചേച്ചിമാരൊക്കെ വന്നു. അവര് വന്നിട്ടാണെങ്കിലോ എല്ലാരും ചോദിക്കുന്നുണ്ട്, മോളെ രേവതി, ഞങ്ങൾക്ക് നിന്നോട് തനിച്ച് സംസാരിക്കാനുണ്ട്. ഇത്രയും നാളായിട്ട് ഇങ്ങനെയുള്ള ഒരു ഐഡിയ ഞങ്ങളുടെ കെട്ടിയന്മാർക്കാർക്കും തോന്നിയില്ലല്ലോ. സച്ചി എവിടെയാണ്? സച്ചി ഒന്ന് വിളിക്കാവോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ രേവതി ആണെങ്കിലോ, ചേച്ചി നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതെ, ഞങ്ങൾ ഇന്നലെ കണ്ടായിരുന്നു നിങ്ങൾ ആ ഒരു കുടയൊക്കെ വെച്ച് ഈ കട്ടിലിൽ കിടക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് ഈ കുടയുടെ അകത്ത് ലൈറ്റ് വന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. സച്ചി ഒന്ന് വിളിക്കാവോ എന്ന് ചോദിച്ചതും സച്ചി ഇതാ ഇറങ്ങി വന്നു. അപ്പൊ സച്ചിയോട് ചോദിക്കുന്നുണ്ട്, എടാ സച്ചി, സത്യം പറയും, നീ ഇന്നലെ കാണിച്ച ട്രിക്ക് എന്തായിരുന്നു? ആഹാ, അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങള്. നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഉറക്കം ഉളച്ചിരുന്ന് ഇതൊക്കെ നോക്കുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അത് കൂടുതലായിട്ടൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. എന്നാലും അവിടെ ഒരു കുടയൊക്കെ വെച്ച് അതിൻ്റെ ഉള്ളിൽ വെളിച്ചമൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തുള്ളൊരു സെറ്റപ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടടാ. ഇതേ ഞങ്ങൾക്കും അതുപോലെയുള്ളൊരു നൈറ്റ് ആസ്വദിക്കാൻ ഇഷ്ടമാണ് എന്നും പറഞ്ഞ് ഈ ചേച്ചിമാരൊക്കെ കൂടെ സച്ചിയും രേവതിയും വളയുമ്പോഴത്തേക്കിനും അച്ഛമ്മ അങ്ങോട്ട് വരികയാണ്. അച്ഛമ്മ വന്നിട്ട് പറയുന്നുണ്ട്, അതെ ദേ ഇതുമാതിരിയുള്ള സംശയമൊക്കെ ആയിട്ട് ഇനി ഈ പടിയെങ്ങാനും കിടന്ന് വന്നാലുണ്ടല്ലോ എല്ലാത്തിനും ഞാൻ വിരട്ടി ഓടിക്കുമെന്നും പറഞ്ഞ് അച്ഛമ്മ എല്ലാത്തിനും ഓടിച്ചു വിട്ടു. അത് കഴിയുമ്പോൾ നമ്മുടെ രേവതി ആണെങ്കിൽ കോലം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ചന്ദ്ര വന്നു. ചന്ദ്രമതി വന്ന പാടെ തന്നെ പറയാണ്, അതെ ഇത് എന്ത് കോലമാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്? എടി വരയ്ക്കുമ്പോ നല്ല രീതിക്ക് വരയ്ക്ക്. ഇന്ന് ശ്രുതിയുടെ അമ്മാവൻ ഈ വീട്ടിലേക്ക് വിരുന്ന് വരികയാണ്. അപ്പൊ ശ്രുതിയുടെ അമ്മാവൻ വരുന്ന വിവരമൊക്കെ അറിഞ്ഞു. എല്ലാരും ആ വീട്ടിലെ തയ്യാറെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതെ ഈ കോലത്തിനൊപ്പം തന്നെ വെൽക്കം എന്നും പറഞ്ഞ് എഴുതി വെക്കണമെന്ന് പറഞ്ഞപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ രവി അങ്ങോട്ട് വരികയാണ്. അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, ദേ ആ ബക്കറ്റൊക്കെ അവിടെ അങ്ങനെയാണോ വെക്കുന്നത്? ഈ രേവതിക്ക് ഒരു ശ്രദ്ധയില്ലല്ലോ എന്നും പറഞ്ഞ് പുള്ളിക്കാരി ആ ബക്കറ്റൊക്കെ എടുത്തങ്ങ് വെക്കാൻ പോകുമ്പോഴത്തേക്കിനും തെന്നി വീഴാൻ പോവുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ രവി അങ്ങ് കയറി പിടിച്ചത് കൊണ്ട് മാത്രം ചന്ദ്ര താഴെ വീണില്ല. അപ്പൊ ചന്ദ്രയുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സച്ചിയും അതുപോലെ സച്ചിയുടെ കൂട്ടുകാരനും കൂടി അവിടെ ഇരുന്ന് വർത്താനം പറയുമായിരുന്നു. സച്ചിയുടെ കൂട്ടുകാരനാണെങ്കിലോ ഈ ഒരു സീൻ അവിടെ നടക്കുമ്പോഴത്തേക്കിനും ചെറുതായിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്കിനും ചന്ദ്രമതിയും അതുപോലെ രവിയും കണ്ണിൽ നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ടത് നമ്മുടെ സച്ചിയാണെങ്കിലോ, ഷോ അച്ഛൻ എന്തിനാ വന്ന് പിടിച്ചത്? ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ വീണേനല്ലോ എന്ന് പറയുമ്പോഴത്തേക്കിനും എടാ 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 നിനക്ക് ഞാൻ വീണ് കയ്യോ കാലോ ഒക്കെ ഒടിയണോന്നാണല്ലേ ആഗ്രഹമെന്നും പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും ഞാനതൊന്ന് ചുമ്മാ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും പരിപാടിയൊക്കെ നടക്കട്ടെ. അല്ല ഇന്നത്തെ VIP വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ടും എത്തിയില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ വന്നോളും. നീ ദയവ് ചെയ്ത് ഒന്ന് മിണ്ടാതെ എവിടെയെങ്കിലും ഇരുന്നോണം. ശ്രുതിയുടെ അമ്മാവൻ എന്ന് പറഞ്ഞാല് അങ്ങ് മലേഷ്യയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് വേണ്ട മര്യാദയൊക്കെ നമ്മൾ കൊടുക്കണം. മര്യാദക്ക് മിണ്ടാതെ എങ്ങാനും ഇരിക്കണമെന്നും പറഞ്ഞ് സച്ചിയോട് ദേഷ്യപ്പെട്ടു ചന്ദ്രയാണെങ്കിൽ അകത്തോട്ട് പോവാണ്. അപ്പൊ രേവതി ആണെങ്കിലോ കോലമൊക്കെ വളരെ വൃത്തിക്ക് വരച്ചു. അതിനുശേഷം അവള് കിച്ചണിലേക്ക് പോവാൻ തുടങ്ങുമ്പോഴാണ് ഓരോ ടീമൊക്കെ കണ്ണൊക്കെ തിരുമ്മി പതുക്കെ എഴുന്നേറ്റ് വരുന്നത്. മറ്റാരുമല്ല നമ്മുടെ ശ്രീകാന്തും വർഷയുമാണ്. ഇത് കണ്ടുവരുമ്പോ നമ്മുടെ അച്ഛമ്മയ്ക്കാണെങ്കിലോ ദേഷ്യമായി. അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നേരം പുലർന്നതൊന്നും നീ അറിഞ്ഞില്ലേ? രേവതിയെ കണ്ടു പഠിക്ക്. അവളെ വെളുപ്പിനെ എഴുന്നേറ്റു വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ചെയ്താണ് നടക്കുന്നത്. അല്ലാതെ ഇത്ര ഈ ഉച്ച വരെ കിടന്ന് ഉറങ്ങുന്നത് എന്ത് ശീലമാണ്? അതേ മുത്തശ്ശി, ഞാൻ എൻ്റെ വീട്ടില് ഇങ്ങനെ ശീലിച്ചു പോയി.
എന്റെ ജോലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ശരിക്കും പറഞ്ഞാല് രാത്രി ആ മുത്തശ്ശി കിടക്കുന്നത് അത് ഒരുപാട് ലേറ്റ് ആയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് രാവിലെ എഴുന്നേക്കാനൊന്നും പറ്റാത്തത്. അതുകൊണ്ട് അച്ഛമ്മയൊന്ന് ക്ഷമിച്ചേക്കണേന്ന് പറയാണ്. അപ്പൊ ശ്രീകാന്ത്, നീ എന്തിനാ ഇങ്ങനെ കൂടെ കയറി കിടക്കുന്നത്? നിനക്കെങ്കിലും കുറച്ചെങ്കിലും ബുദ്ധിയോ ബോധമോ ഒക്കെ വേണ്ടേന്ന് പറഞ്ഞ് അച്ഛമ്മ വഴക്ക് പറയാണ്. അങ്ങനെ നമ്മുടെ വർഷയും ശ്രീകാന്തും ഒക്കെ അച്ഛമ്മയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് ചന്ദ്രമതി വന്നു. ചന്ദ്രമതി വരുന്ന പാടെ തന്നെ നമ്മുടെ രവിയോട് പറയാണ്, അതെ രവിയേട്ടാ, ഇവിടെ ഈ കിടക്കുന്ന ഫർണിച്ചർ കണ്ടിട്ട് എന്തോ ഒരു ഭംഗിക്കുറവുണ്ട്, നമുക്കിതങ്ങ് മാറ്റിയിട്ടാലോ എന്ന് ചോദിച്ചതും അച്ചമ്മയാണെങ്കിലോ, അതെ ചന്ദ്രേ, അവിടെ കിടക്കുന്ന ഒരു സാധനത്തെ തൊട്ടു പോകരുത്. മലേഷ്യയിൽ നിന്ന് വരുന്നവൻ ഇതൊക്കെ കണ്ട് ഈ ഉള്ള സൗകര്യത്തിലൊക്കെ ഇവിടെ നിന്നാ മതി. അത് പറ്റിയല്ലാത്ത ആൾക്കാർ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് എന്ന് പറഞ്ഞതും നമ്മുടെ ചന്ദ്രമതിക്ക് ദേഷ്യമായി. ചന്ദ്ര പറയുന്നുണ്ട്, അമ്മേ, അവരൊക്കെ വലിയ വീട്ടുകാരല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ അവര് വരുമ്പോഴത്തേക്കിനും നമ്മളും ആ രീതിയിലൊക്കെ പെരുമാറണം. പോരാത്തതിന് അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ എന്തുമാത്രം പൊടിയാണ്. ഈ പൊടിയൊക്കെ ശ്വസിക്കാനായിട്ട് അദ്ദേഹത്തിന് വല്ല അസുഖമൊക്കെ പിടിക്കില്ലേന്നും പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോ രവി പറയാണ്, എന്റെ പൊന്നു ചന്ദ്രേ, നിന്റെ അമ്മാവനൊന്നും അല്ലല്ലോ വരുന്നത്, ശ്രുതിയുടെ അമ്മാവനല്ലേ. അയാൾ വരട്ടെ, വന്നു കഴിഞ്ഞിട്ട് പറയാം അങ്ങനെ ഒരു അമ്മാവനുണ്ടോ അതോ എന്താണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് അവിടെ എങ്ങാനും പോയി മിണ്ടാതെ ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ വർഷയെ കണ്ടതും ചന്ദ്ര പറയുന്നുണ്ട്, അതെ മോളെ, നീ ചായ കുടിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും, ഇല്ല അമ്മേ, ഞാനേ ഇപ്പൊ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. എന്നാ രേവതി വേഗം തന്നെ വർഷയ്ക്ക് ചായ ഇട്ട് കൊടുക്കെന്നും പറഞ്ഞ് രേവതി ആ ഒരു ജോലി ഏൽപ്പിച്ചു. അതിനുശേഷമാണെങ്കിലോ നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ തലക്ക് കൈ കൊടുക്കുകയാണ്. ഈശ്വര, ഈ ചന്ദ്രമതിയുടെ ഓരോ കാട്ടായങ്ങള്. അത് കഴിയുമ്പോഴത്തേക്കിനും പതിയെ നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും എഴുന്നേറ്റ് വരികയാണ്. ഇവര് വരുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ മുത്തശ്ശി ചോദിക്കുകയാണ്, നിങ്ങൾക്കും ഇപ്പോഴാണോ നേരം വെളുത്തതെന്ന്. അപ്പൊ ഉടനെ തന്നെ ശ്രുതി പറയുന്നുണ്ട്, ഇല്ല ഇല്ല അച്ഛമ്മേ, ഞങ്ങള് നേരത്തെ എഴുന്നേറ്റു. ഞാനേ കുറച്ചു നേരം ഇവളുമായിട്ട് സംസാരിക്കുകയായിരുന്നു. പിന്നെ ഇവളുടെ അമ്മാവൻ ഒരുപാട് കാലങ്ങൾ കൂടിയാണല്ലോ വരുന്നത്, അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ സ്വീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കുമായിരുന്നു എന്നും പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതിയുടെ നെഞ്ചിൽ ഇതാ പടപടാ ഇടിയാണ്. എന്താ ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു അമ്മാവനുണ്ടോ എന്ന് പോലും ശരിക്കും പറഞ്ഞാൽ ആർക്കും തന്നെ അറിയില്ല. അതുകൊണ്ട് തന്നെ ശ്രുതിയാണെങ്കിലും ഒരാളെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ഒക്കെ നാട്ടിൽ തന്നെയുള്ള ഒരാളാണ്, ഒരു ഇറച്ചി വെട്ടുകാർ ശ്രുതി അമ്മാവനായിട്ട് അഭിനയിക്കാനായിട്ട് ക്ഷണിച്ചിരിക്കുന്നത്. അങ്ങനെ ദേ മോളെ, നീ എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ അമ്മാവനെ വിളിച്ച് എവിടെ എത്തിയെന്ന് ചോദിക്കെന്നും പറഞ്ഞ് ചന്ദ്രമതി ധൃതി കൂട്ടുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതി ആണെങ്കിലോ, ഞാൻ ചോദിക്കാം അമ്മേ, ചോദിച്ചിട്ട് ഇപ്പൊ പറയാന്നും പറഞ്ഞ് അവൾ അങ്ങ് മാറി നിന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഇറച്ചിവെട്ടുകാരനെ വിളിച്ച് അയാളോട് പറയാണ്, എടോ താൻ എവിടെ എത്തി, താൻ ഇന്നെങ്ങാനും ഇവിടെ വരുവോ, ഞങ്ങളെല്ലാരും തന്നെയും കാത്തിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ടല്ലോ, മലേഷ്യയിൽ നിന്നാണ് വരുന്നതെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഒരു കാര്യത്തിൽ ഒരു മാറ്റവും വരരുത് കേട്ടോ എന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അതെ, ഞാനൊരു നാടക നടനാണ്, അതുകൊണ്ടാണല്ലോ കൊച്ചെന്നെ ഈ ജോലി ഏൽപ്പിച്ചത്. ദേ ഞാൻ നല്ല വൃത്തിയായിട്ട് അഭിനയിച്ചിരിക്കും. പിന്നെ ഒരാളെ ഒരു കൂട്ടരെ കാത്തിരിക്കുകയാണെങ്കിൽ അതൊരു നാടക നടനോ സിനിമാ നടനോ ഒക്കെ ആയിക്കോട്ടെ, അയാളെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ആ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെടണം. അപ്പോഴായിരിക്കും അതിന് കൂടുതൽ ഒരു എഫക്റ്റ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ നിന്റെ അമ്മായിയമ്മ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടാകും. അവരാണല്ലോ എൻ്റെ ഏറ്റവും വലിയ ഫാൻ. അതുകൊണ്ട് ഞാനപ്പോൾ എത്തിക്കോളാന്ന് പറഞ്ഞ് ശ്രുതിയുടെ അയാൾ സംസാരിച്ച് ഫോൺ വെക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ ശ്രുതി ഇങ്ങനെ ഇനി ഈ അമ്മാവൻ എന്ന് പറയുന്നവൻ ഇവിടെ വന്നിട്ട് എന്തൊക്കെ പൊല്ലാപ്പ് ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പം അത്തരത്തിലുള്ള ഒരു വിശേഷമൊക്കെയാണ് എന്തായാലും ഇനി നടക്കാൻ പോകുന്നൊരു സംഭവം ആയതുകൊണ്ട് തന്നെ എല്ലാവരും കാത്തിരിക്കുക. കുറച്ച് ലൈറ്റ് ആയിട്ടാണേലും ഈ സംഭവങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്